സോഷ്യൽ വെൽബീയിങ് എന്നുള്ളതിന്റെ പ്രിമിസിന്റെ മേലെയാണ് ഈ സോഷ്യൽ കണക്ഷൻ എന്നുള്ള നോഷൻ അവർ ബിൽഡപ്പ് ചെയ്യുന്നത്. പുതിയ നോഷൻ കൊണ്ടുവരാൻ എന്തെങ്കിലും അത് റീസെന്റ് ആയിട്ടുള്ള റിസർച്ച് വർക്കുകളുടെ അടിസ്ഥാനത്തിൽ അടുത്ത കാലത്ത് അങ്ങനത്തെ ഇതൊരു സോഷ്യോളജിക്കൽ ടേമായിട്ട് സോഷ്യോളജിക്കൽ തിയറിയിൽ ഒരു കൺസെപ്റ്റ് ആയിട്ട് അത് ഇവോൾവ് ചെയ്തിട്ടുണ്ട് ഈ റീസെന്റ് ആയിട്ടുള്ള 10-20 വർഷത്തിന്റെ ഇടയിൽ മാത്രം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സോഷ്യൽ വെൽബീയിങ്ങിനേക്കാളും ഈ സോഷ്യൽ കണക്ഷൻ ഉള്ളൊരു ആ കൺസെപ്റ്റ് എന്തെങ്കിലും സോഷ്യൽ വെൽബീയിങ് അതിനെ റീപ്ലേസ് ചെയ്യുന്നതല്ല, റീപ്ലേസ് ചെയ്യുന്ന അതിനെ മേലെ ബിൽഡപ്പ് ചെയ്യുന്നത്. ബിൽഡപ്പ് ചെയ്തതാണെങ്കിലും എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവില്ലേ ഈ അത് ഉപയോഗിക്കാതെ ഇത് ഉപയോഗിക്കുമ്പോ? അതാണ് അത് ഉപയോഗിക്കുന്നുണ്ട്, അത് അവര് മുഖത്തിൽ പറയണ്ടല്ലോ. അതെങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല, അവരത് അസ്യൂം ചെയ്യാൻ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. അവരുടെ വെൽബീയിങ്ങിനെ പറ്റിയുള്ള അവർക്ക് ഇതിലൊക്കെ ഇംപ്ലൈഡ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം, മുമ്പേ കുറെ കാലമായിട്ട് അവർ പറയുന്നതാണ് എന്നുള്ള ധാരണയിലുണ്ട്. പക്ഷേ ലിറ്ററേച്ചർ സെർച്ച് ചെയ്താൽ ഞാൻ സെർച്ച് ചെയ്തിടത്തോളം ഈ സോഷ്യൽ വെൽബീയിങ് എന്നുള്ള കൺസെപ്റ്റ് വളരെ ശുഷ്കാണ് അവരുടെ ലിറ്ററേച്ചറിൽ. അതേസമയം സോഷ്യൽ ഇപ്പൊ ഈ സോഷ്യൽ കണക്ഷനെ കുറിച്ച് ഇപ്പൊ ഇറങ്ങിയ റിപ്പോർട്ട് പോലെ സോഷ്യൽ വെൽബീയിങ്ങിനെ കുറിച്ച് ഈ കാലം എത്രയും ഇപ്പൊ എത്ര വർഷമൊക്കെ ഇത്രയും കാലമായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അതിന്റെ കാരണം വെച്ചാൽ അവര് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് ഒന്നും അതിന്റെ സോഷ്യൽ വെൽബീയിങ് എന്നുള്ള കൺസെപ്റ്റ് എന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിൽ തിയറിയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ സോഷ്യൽ കണക്ഷൻ എന്നുള്ളത് ഓൾറെഡി ഭയങ്കര വ്യാപകമായി എംപിരിക്കൽ റിസർച്ചിൽ കൂടി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് അതാണ് മാത്രമല്ല അതൊരു അസംഷനാണ്. സോഷ്യൽ ബീയിങ് ഇതല്ല, ഇതൊരു അസംഷൻ അല്ല, ഇതൊരു റിസർച്ച് എംപിരിക്കൽ ആണ്. മെഷറബിൾ അല്ലാത്തതെന്ന് വെച്ചാൽ അവർക്ക് തോന്നിയപ്പം പിന്നെ അമർത്യസെന്നെ പോലെ ആളുകൾ മെഷർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ വെൽബീയിങ്ങിന്. സോഷ്യൽ വെൽബീയിങ് ആണ് ഇവിടെ വെൽബീയിങ്. ആളുകൾ ഇൻഡിവിജ്വൽ വെൽബീയിങ് കളക്റ്റീവായി എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ വെൽബീയിങ്. അപ്പൊ ആ ഇൻഡിവിജ്വൽ വെൽബീയിങ്ങിന്റെ ഒരു മെഷർ ഒരു മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് അങ്ങനെ ആവിഷ്കരിച്ചത്. പക്ഷെ അത് അവര് സ്വീകരിച്ചത്, അത് അവര് ഫോളോ ചെയ്യുന്നില്ല. അവരതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. അമർത്യസെന്നെ സ്വീകരിച്ചിട്ടില്ല അല്ലേ? അമർത്യസെന്നെ സ്വീകരിച്ചിട്ടില്ല, അത് കാണുന്നില്ല. അമർത്യസെന്റെ വർക്കിന്റെ റെഫറൻസ് കാണുന്നില്ല. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള കുറെ വർക്ക് വേറെ കുറെ കാണാനുണ്ട്. അതെന്താ സോഷ്യൽ വെൽബീയിങ് എന്നുള്ള ഒരു ആശയം സോഷ്യോളജിക്കലി അങ്ങനെ പിന്നെ വ്യാപിച്ചിട്ടുണ്ട് മനസ്സിലായില്ല. അത് ഞാൻ തന്നെ ആദ്യം കാണുന്ന WHO തന്നെയാണ് സോഷ്യൽ വെൽബീയിങ് ഒരു നോഷൻ തന്നെ. അപ്പൊ അവരും അത് അത്രയും അവ്യക്തമായിട്ട് തന്നെ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള വർക്കുകൾ ഈ സോഷ്യൽ കണക്ഷൻ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ട് ഒരുപാട്, അതിനെ ആരംഭിച്ചുകൊണ്ട്. അതുകൊണ്ട് അത് അവർക്ക് ഉപയോഗിക്കാമല്ലോ. പക്ഷെ അവരുടെ അസംഷൻ ഈ സോഷ്യൽ വെൽബീയിങ് എന്നുള്ളത് അതിനെപ്പറ്റി പുത്രം പറഞ്ഞത് ശരിയാണ്. കാരണം അവർ ഡീറ്റെയിൽ ആയിട്ടൊന്നും അത് കാണുന്നില്ല, ഒരു ശുഷ്കമായിട്ടാണ് വർക്കിന് 1-2 പ്രാവശ്യം അത് പറയുകയും ചെയ്തു. ആ വാക്ക് ആ കൺസെപ്റ്റ് അവർ സൂചിപ്പിക്കുന്ന മാത്രം. സോഷ്യൽ വെൽബീയിങ് ഒരു കൺസെപ്റ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ഇതിന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് വീട് ഇതിനകത്ത് വരുത്തേണ്ടി വരും. അത് വരുത്താൻ അവർ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. WHO കൺസെപ്റ്റിൽ ഇതിനകത്ത് ഒരു പാരഡൈം ഷിഫ്റ്റ് വരുത്തേണ്ടി വരും സോഷ്യൽ വെൽബീയിങ് അവരുടെ മെയിൻ സ്ട്രീമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ. മറ്റേ SDGയുടെ ഗോളുകളിൽ കുറെ എണ്ണം കിടക്കുന്നുണ്ട്. ഇത് പറയുന്നത് ഒരു വെൽഫെയർ, ഒരു സോഷ്യൽ വെൽഫെയർ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ 3 ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ് അർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. 3 ഒരുമിച്ചുള്ള ഒരു വെൽബീയിങ് ആണ് അതിൽ പറയുന്നത്.
ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന് SDG-യിലെ മൂന്നാമത്തെ ഗോളേ അത് ഹെൽത്ത് റിലേറ്റഡ് ആണ്. അപ്പൊ അതിൽ വെൽബീങ് എന്നുള്ള വാക്കുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാം കൂടി ചേർന്ന വെൽബീങ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഊഹിക്കേണ്ടി വരും. പ്രത്യേകിച്ച് പറയാത്തതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഹെൽത്തിന്റെ ഒരു മാനകമായിട്ട് സോഷ്യൽ വെൽബീയിങ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനെ മെഷർ ചെയ്യേണ്ടത്. അത് അങ്ങനെ ചെയ്യില്ല. ചെയ്യാൻ അല്ല, ചെയ്യുമ്പോ ഇൻഡിക്കേറ്റേഴ്സിന് മുഴുവനും വേറെ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ വരും. അല്ല, അവരങ്ങനെ ഉദ്ദേശിക്കുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാത്തത്. അവർ അസംഷനായിട്ട് ഉപയോഗിക്കുന്നത്. അസംഷൻ അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ അസംഷൻ നിങ്ങൾ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ചോദ്യം ചെയ്യുന്നവരെ WHO അസംഷൻ അങ്ങനെ ഈ വെൽബീയിങ് എന്ന നോഷൻ അങ്ങനെ ഉപയോഗിച്ചത്. അല്ലാണ്ട് നമുക്ക് പോയി വെൽബീയിങ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി കണ്ട് പിടിച്ച് അവിടെ അത് ഇതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയില്ലല്ലോ. അതുകൊണ്ട് അവരത് അസംഷനായിട്ട് ഉപയോഗിച്ചത്. പക്ഷെ സോഷ്യൽ കണക്ഷൻ അവർ അസംഷൻ അല്ല ആയിട്ടല്ല ഉപയോഗിച്ചത്. എംപിരിക്കൽ ശ്രമിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് അത്ര വേഗം പ്രചരിച്ച് 10-20 കൊല്ലത്തിനിടയിൽ 2000-ന് ശേഷമാണ് കൃത്യമായിട്ട് അറിയില്ല. അതിലാണ് 1000 ആരോഗ്യം എന്ന് പറയുന്നതിൽ സോഷ്യൽ ആസ്പെക്ട് നിർബന്ധമാക്കി വെച്ചിട്ടുള്ള ഒരു വകുപ്പാണ് ഉപയോഗിച്ചു. അത് വെറും ബോഡിയുടെ ഒരു പ്രശ്നമല്ല, സമൂഹത്തിന്റെ പ്രശ്നം. Society is not healthy, people are not healthy. പക്ഷെ ഹെൽത്തി സൊസൈറ്റിക്ക് വേറെ ചില പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. ആ റിക്വസിറ്റ്സിനെ കുറിച്ച് അവർ പറയൂല. പ്രധാന സാധനം ഇൻകം ഇൻഇക്വാളിറ്റി തന്നെയാണ്. ഇൻകം ഇൻഇക്വാലിറ്റി പ്രശ്നമായിട്ട് റിസർച്ചേഴ്സ് എടുക്കുന്നില്ല. അവർക്കത് പ്രശ്നമില്ല. പക്ഷെ അത് സോഷ്യൽ ഹെൽത്തിനെ സംബന്ധിച്ചോളം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഭയങ്കരമായിട്ട് ആക്സസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ, റിസോഴ്സിലുള്ള ആക്സസിനെ കൺട്രോൾ ചെയ്യും. പക്ഷെ ഇവരത് വേറെ രീതിയിൽ ഈ റിസർച്ചുകളിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതായത് പുവർ പീപ്പിൾ ആർ മോർ ഐസൊലേറ്റഡ് എന്നാണ്. ഇതിന്റെ അർത്ഥം വെച്ചാൽ ഇനിയിപ്പോഴേക്ക് കാരണം എംപിരിക്കലായിട്ട് അത് പറയുന്നുണ്ട്. എന്റെ തോന്നലാണ്. അല്ല, അതൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഈ ഇതില്ലാതെ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. തമ്മിൽ സപ്പോർട്ട് ചെയ്യാതൊരു എന്താ പറയുക, പോവർട്ടി ഇതിനകത്ത് റെജിമിൽ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടുത്തെ ഐസൊലേഷൻ പറയുന്ന അവരെന്താ ഉദ്ദേശിക്കേണ്ടാവോ? അവിടെ ഐസൊലേഷൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരു ദരിദ്രമായ സ്ഥലത്ത് എന്തായാലും ഷെയറിംഗ് ഇല്ലാതെ പറ്റില്ലല്ലോ. റിസോഴ്സ് ഷെയറിംഗ് എന്തായാലും വേണം. റിസോഴ്സ് ഷെയറിംഗ് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ഷെയറിംഗും നടക്കണമല്ലോ. ഓരോ ഉദാഹരണങ്ങൾ പറയുന്നത് പൊതുഗതാഗതം ദൂരെയാകുക, ഇനി പറഞ്ഞ പോലെ രാജ്യത്തിൽ ദരിദ്രനാവുക, ഇതൊക്കെ സോഷ്യലൈസേഷൻ ആണ്. ഇതുകൊണ്ടൊക്കെ സോഷ്യൽ ഡിസ്കണക്ഷൻ ഉണ്ടാവും. ഈ സോഷ്യലൈസേഷൻ പോകണം. ഈ സോഷ്യൽ ഐസൊലേഷൻ ആണോ സോഷ്യൽ ഡിസ്കണക്ഷൻ രണ്ടും ഒന്ന് തന്നെയാണോ? രണ്ടാണ് അതിലേക്ക് നയിക്കുന്നല്ലോ. ഐസൊലേഷനും സോഷ്യൽ ഐസൊലേഷനും കൂടി അതിലേക്കാവും കണക്ഷനും ഡിസ്കണക്ഷനും
അതിന്റെ താഴെയാണ് സോഷ്യലൈസേഷൻ. കണക്ഷൻ ആണ് വേണ്ടത്, അതില്ല ഡിസ്കണക്ഷൻ ഉള്ളത്. ഇതിന്റെ കാരണം സോഷ്യലൈസേഷൻ. വേണ്ടത് എന്നുള്ളത് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നതാണ്? അതിൽ വേണ്ടതെന്നുള്ള റിസർച്ച് ചെയ്തിട്ട് ഡിസ്കണക്ഷൻ ഉണ്ടാകുമ്പോൾ രോഗം ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞത്. അങ്ങനെ പ്രശ്നമുണ്ട്. ഒരു ആക്ഷൻ ടേക്കൻ എന്നുള്ള അർത്ഥത്തില് അവർക്ക് അങ്ങനെ NGO മോഡൽ റിപ്പോർട്ടുകൾക്ക് അങ്ങനെയല്ല വരിക. ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളത് മറ്റൊരു പക്ഷെ അതിനെ ഒരു കംപ്ലീറ്റഡ് വർക്കായിട്ട് പറയുന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ ക്രിറ്റിസൈസ് ചെയ്യാൻ സമ്മതിക്കാത്ത പറയുന്ന കാര്യം അവർക്ക് ഉറപ്പില്ല. ഇതിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ കൾച്ചറൽ ഡിഫറൻസ് കുറെ മെത്തേഡ്സിലൂടെ ക്ലിയർ ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതായിട്ടാണ്. ഫയല് ക്ലോസ് ചെയ്യുന്നില്ല. ക്രിറ്റിസൈസ് ചെയ്യാൻ സമ്മതിക്കില്ല. എന്നാൽ ക്രിറ്റിസൈസ് ഞാൻ അത് കൂടി ഭാഗമാക്കിയിട്ട് പറയും. അതാണ് അതിൽ കയറാൻ പറ്റില്ല. അത് വേറെ വഴിയിൽ പോകാനായിട്ട് അതെ. ഞാൻ നോക്കിയത്. അതാ ഞാൻ ഉണ്ടാക്കാം. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. ഞങ്ങളെ ഭാഗമായിക്കൂടാ അല്ലെങ്കിൽ മാറിപ്പോയി. ഇതാണ് വേറെ വഴിക്ക് കൊള്ളാൻ പറയും. ചിലപ്പോൾ ട്രംപിനെ ദേഷ്യം പിടിച്ചത് അദ്ദേഹം കണ്ടിട്ടായിരിക്കും. യുഎൻഒയുടെയും ഡെക്ലറേഷൻ്റെ ഒക്കെ രീതിയെ വളരെ എളുപ്പം നടപ്പാക്കാൻ കൂടിയാൽ മതി എന്നുള്ള കാര്യം ആ ടോണാക്കി ഭയങ്കര അത്ഭുതം. ഏതാണ് വളരെ എളുപ്പം പരിഹരിക്കാവുന്ന കാര്യമാണ്. വളരെ അടുത്താണ് ഈ പരിഹാരം. അല്ല, അതൊരു പൊട്ടൻഷ്യൽ ബിസിനസ് ആണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇപ്പൊ അവരെല്ലാം കാണുന്നത് ബിസിനസ് ആയിട്ട് മാത്രമാണ്. WHO എല്ലാ വർക്കും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊരു പൊട്ടൻഷ്യൽ ബിസിനസ് ഏരിയ അവർ ഓപ്പൺ ചെയ്യാണോ? അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉണ്ടാക്കാമല്ലോ. ഇവര് നോക്കട്ടെ ഒരു കാര്യം എനിക്ക് എന്താ പറയാ, ഈ എവരി ആക്ടർ ഈസ് ഐദർ കൺസ്ട്രൈൻഡ് or enabled by social structures or structures in where they are built in. അത് അന്വേഷിക്കണം. അത് എങ്ങനെ കൺസ്ട്രെയിൻ, അവരുടെ ആക്ടറിനെ അവരുടെ ആക്ഷനെ എങ്ങനെ എന്തൊക്കെ കൺസ്ട്രെയിൻ ചെയ്യുന്നു, എന്തൊക്കെ എനാബിൾ ചെയ്യുന്നു. സോ അത് ഒരു സ്ട്രക്ചറൽ ഇൻവെസ്റ്റിഗേഷനാണ്. ഇത് അവർ നോക്കുന്നില്ല. അവർ ഡിസ്ക്രിപ്റ്റീവായിട്ട് എംപിരിക്കൽ ഡിസ്ക്രിപ്ഷനാണ് ചെയ്യുന്നത്. ഈ ആക്ടറുടെ കൺസ്ട്രെയിൻറ്റ് ചെയ്യുന്നത് യു ക്യാൻ മെഷർ ഇറ്റ്, വെദർ മെഷറബിൾ ആണെന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കൺസ്ട്രെയിൻറ്റ് എന്ത് എനാബിൾ ചെയ്യുന്നതെന്നും പറയാൻ പറ്റും. അപ്പം കൺസ്ട്രെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുതലാവുന്നത് ഈ ആക്ടറുടെ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പോരായ്മ കൊണ്ടല്ല, പകരം സ്ട്രക്ചറൽ കോസസിൻ്റെതാണ്. സ്ട്രക്ചറൽ ഡ്രൈവേഴ്സാണ് ഉള്ളത്. അതാണ് പ്രശ്നം. അത് അവർ നോക്കുന്നില്ല. അവർക്കുള്ളത് അതാണ്. പക്ഷെ എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആയിട്ടാണ് തോന്നുന്നത്. അത് തിയററ്റിക്കലി സിമ്പിൾ പ്രോബ്ലം സോൾവ് ചെയ്യാനല്ല, നേരത്തെ പറഞ്ഞ പോലെ സോൾവ് ചെയ്യാനല്ല. കൺസ്ട്രെയിൻഡ് അവിടെ കൺസ്ട്രെയിൻഡ് എന്താണ് കൺസ്ട്രെയിൻഡ് ആയിട്ട് വരുന്നത് എന്നുള്ളത്, എന്താണ് എനേബിൾ ആയിട്ട് വരുന്നത് എന്നുള്ളത് ഒരു ആക്ടറുടെ കേപ്പബിലിറ്റിയെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്. അയാൾ എന്തിനാണ് കേപ്പബിൾ ആണ്. അപ്പോൾ അവരോടാണ് പറയുന്നത്, ഈ പബ്ലിക് ആയിട്ടുള്ള ഇതുണ്ടല്ലോ, അവരോടാണ് പറയുന്നത് നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്ത് വരുമോ, നിങ്ങൾ ആളുകളോട് കണക്ട് ചെയ്യും, കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ രോഗം പിടിച്ച് കിടപ്പാവും. കൂടുതൽ പബ്ലിക് സ്പേസസ് ഉണ്ടാക്കുക, പിന്നെ ഗവൺമെന്റ് പോളിസികൾ കൂടി പല മാറ്റങ്ങളും വരുത്താം. അങ്ങനെയുള്ള ഇതൊക്കെയാണ് അവർ കൊണ്ടുവരുന്ന ഒരു രീതി, പിന്നെ സജസ്റ്റ് ചെയ്യുന്നത്.
അല്ല, ഈ സ്ട്രക്ചേഴ്സ് മാഷ് പറഞ്ഞ പോലെ സ്ട്രക്ചേഴ്സ് തന്നെയാണ് ഈ പബ്ലിക് സ്പേസിനെ കൺസ്ട്രെയിന്റ് ഉണ്ടാക്കുന്നത്. അതെ സ്ട്രക്ചേഴ്സ് തന്നെ. അവിടെ കൺട്രോൾസ് വരികയാണ്. അവിടെ ഇവര് നിശബ്ദമാണ്. അവിടെ അതിന് പകരം അവിടെ അപ്പുറത്തുണ്ടാക്കുന്ന മാവുകളാണ്. ഇത് കണ്ടില്ലെന്ന് അടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അവരുടെ റിപ്പോർട്ട്. ചിലപ്പോ എന്താ പറയാ, അത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും. അവര് ഞാൻ പറഞ്ഞ അണ്ടർസേ ആണ് കൂടുതലും. അതായത് പിന്നെ അവര് സോഷ്യലിസ്റ്റുകളായിരിക്കും. അവര് ഫണ്ട് ചെയ്യുന്ന ആളുകളൊക്കെ ക്യാപിറ്റലിസ്റ്റുകളാണ്. അപ്പം അവര് ആ ക്യാപിറ്റലിസ്റ്റ് കോർപ്പറേറ്റീവ് ശക്തികളെ തങ്ങളെ ഫണ്ട് ചെയ്യുന്ന പിന്നെ വിഷമിപ്പിക്കണ്ട, അവരെ അനോയ് ചെയ്യണ്ട, ഒഫൻഡ് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കും അവർ സമാധാനിക്കാം. അതായിരിക്കും അവരങ്ങനെ കൺട്രോളിൽ ചെയ്യുന്ന കാര്യങ്ങൾ. മറ്റു രീതിയിൽ മുരളീത്തുമാർ കൂടി പറയുന്നു, ഈ മാഷ് പറഞ്ഞ പോലെയല്ല, കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, ഇല്ലാതിരിക്കുമ്പോൾ ശൂന്യതയേക്കാൾ ഭേദം അർത്ഥത്തിലാണ് വിമർശനത്തിന് മറുപടിയായിട്ട് മുരളീത്തുമാരുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടല്ലോ 10 വർഷമായി. അപ്പൊ ഒരു സെഷനിൽ ഒരു കാര്യമായ വിമർശനം ഉണ്ടായി. ലോകത്ത് നടക്കുന്ന പല അക്രമങ്ങളും യുദ്ധങ്ങളും അധിനിവേശത്തിനോടൊന്നും പ്രതികരിക്കുന്നില്ലായിരുന്നു. അപ്പൊ അതിന് പറ്റുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു മറ്റൊരു സ്റ്റേറ്റ് അല്ല UNO പറയുന്നതാണ്. ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. ശൂന്യതയിൽ എന്തായിരിക്കും ഇതുപോലെ ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലാണ് ബോഡി നിർത്തുന്നത്. അയാൾ അതിനോട് വിമർശനം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം. മാഷ് പറഞ്ഞ കാര്യത്തിൽ അതായത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് സംഭവിക്കുന്നതായിരുന്നു. മാത്രല്ല ഈ ഇവരെ UNO WHO ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫണ്ട് ചെയ്യുന്ന നേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര സ്ട്രോങ് ക്യാപിറ്റലിസ്റ്റ് എല്ലാം. അവർക്കറിയാം അവരുടെ ആശയങ്ങൾക്ക് എതിരായിട്ടുള്ള അവരുടെ താല്പര്യങ്ങളുണ്ട്. ആശയങ്ങൾക്കുണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് എക്കണോമിക് മറ്റു താല്പര്യങ്ങൾക്ക് പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക് അനുകൂലമല്ല ഈ ഇവരുടെ കണ്ടെത്തലുകളും പിന്നെ നിലപാടുകളും ഒന്ന് അറിയാം. അവർ ഏത് നിമിഷം വേണമെങ്കിൽ അവർക്കത് സ്റ്റോപ്പ് ചെയ്യാം ഫണ്ടിങ്. ഇത് ചെയ്യുന്ന ആൾക്ക് വേറെ ആണെങ്കിൽ അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. ഈ ക്യാപിറ്റലിസ്റ്റ് കോർപ്പറേറ്റ് ശക്തികൾക്ക് തങ്ങളുടെ പ്രവർത്തനത്തിന് നിശ്ചലമാക്കാനും പറ്റുമെന്ന് അവർക്കും അറിയാം. അങ്ങനത്തെ ഒരു ഡ്രാമ ഇതിലുണ്ട്. ഈ ഇവിടെ WHO അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും കേരളത്തെ കുറിച്ച് ഉള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അതിലെ അതിന്റെ വിധേയമാകുന്ന പറഞ്ഞ ആക്ടേഴ്സ് തന്നെ. അപ്പൊ കേരളത്തിലെ അതിന്റെ ആക്ടേഴ്സിനോട് ഈ സ്ട്രക്ചറലായിട്ടുള്ള എനേബിളിംഗ് ആയിട്ടുള്ളതും കൺസ്ട്രെയിനിങ് ആയിട്ടുള്ളതും അത് ഒന്ന് മെൻഷൻ ചെയ്യാനും അതൊന്ന് മെൻഷൻ ചെയ്യാനും അതിനെക്കുറിച്ച് അതില് ഈ ആക്ടേഴ്സിനെ എങ്ങനെ ഇന്റർവ്യൂ ചെയ്യാമെന്നും നിസാറിന്റെ ഒരു ഇത് പറയാമോ? എന്റെ പറയില്ല അല്ല അത് നോക്കണ്ട കാര്യമില്ല, ചിലത് പറയാം. ഇപ്പൊ ഇവിടെ ആരുടെയും കാര്യമില്ല, പക്ഷെ ഒരു ആലോചനകൾ നൽകി അത് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും ശക്തി പറയുന്നെങ്കിൽ ആവാലോ. എന്റെ മനസ്സിൽ വരുന്ന കമ്പാഷനേറ്റ് റെസിസ്റ്റൻസ് ആണ്. ആക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് റെസിസ്റ്റൻസ് ആവശ്യം, എക്സ്പ്രസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എക്സ്പ്രസ് ചെയ്യുന്നു. രഹസ്യകരമായ കാര്യമാണ് അത്. അതെന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാരണം വെച്ചാല് ഈ കൺസ്ട്രെയിൻ ചെയ്യുകയും പിന്നെ എനേബിളിങ് ചെയ്യുന്ന ഈ സ്ട്രക്ചറൽ ഫീച്ചർ ഘടകങ്ങൾ, സ്ട്രക്ചറലായിട്ടുള്ള ആസ്പെക്റ്റുകൾ ആക്ച്വലി ഈ ആളുകളുടെ പ്രവർത്തനത്തിലൂടെയാണ് ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സ്ട്രക്ചറില്ല, ഈ ആക്ടേഴ്സിന് വ്യത്യസ്തമായിട്ട് സ്ട്രക്ചർ ഇല്ല. അവര് അവരുടെ പ്രവൃത്തികളിലൂടെ ട്രാൻസ്ഫോം ചെയ്യുന്ന ആക്ടിവിറ്റികളാണ്
പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനും പ്രാക്ടീസുകളായിട്ട് വരുന്നു, പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ പ്രാക്ടീസുകളായിട്ട് വരുന്നു. അതിൻ്റെ അർത്ഥം വെച്ചാൽ അത് പുതിയ സ്ട്രക്ചറിനെ ഉണ്ടാക്കുന്നു. സോ ദി സെയിം പീപ്പിൾ, സെയിം ആക്ടേഴ്സ്. അപ്പോൾ അതെങ്ങനെ അവരുണ്ടാക്കണമെങ്കിൽ ഈ ഫോഴ്സുകളെ അവരുടെ ഈ രീതിയിൽ നിലനിർത്തുന്ന, ഈ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിൽ നിർത്തുന്ന സ്ട്രക്ചേഴ്സിനെ അവർ മറികടക്കാൻ നിൽക്കണം, റെസിസ്റ്റ് ചെയ്യണം. അപ്പോൾ കോർപ്പറേറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം പിന്നെ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ, അല്ലെങ്കിൽ ഈ ഇതിനെ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ ഭൂരിഭാഗവും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ കോർപ്പറേറ്റ് രീതിയിൽ. ഞാനത് ഈ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലും പിന്നെ സിനിമകൾ അങ്ങനെയുള്ള കൾച്ചറലായിട്ടുള്ള ഇതുണ്ടല്ലോ, ഈ കൾച്ചർ കണ്ടന്റ് അതിന് മുഴുവനും ഒരു കോർപ്പറേറ്റ് ഐഡിയാലിറ്റിയാണ്, ഐഡിയൽ കോർപ്പറേറ്റ് മൈൻഡാണ്. എല്ലാ നമ്മുടെ 70s നമുക്ക് ഉണ്ടായിരുന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് അല്ല ജനോമിക്. കാരണം എല്ലാം പണമുള്ള ആളുകൾ അല്ലെങ്കിൽ റിസോഴ്സ് കൂടുതലുള്ള ആളുകളെ ഐഡിയലൈസ് ചെയ്തിട്ട് അങ്ങനെ ആവാൻ ശ്രമിക്കുന്ന ആളുകളെ കൂടുതൽ, ചെറുപ്പക്കാർ മുഴുവൻ അതാ ചെയ്യുന്നത് ഭൂരിഭാഗം. റെസിസ്റ്റൻസ്, ഡിഫറൻസ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഇതിനോട് അതിനോട് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് റെസിസ്റ്റ് ചെയ്യുന്ന ടെൻഡൻസികൾ ചെറുപ്പക്കാരുടെ ഇടയിലും മറ്റേ പറയേണ്ട മിഡിൽ ക്ലാസ് തീരെ ഇനാക്റ്റീവാണ് ആൾക്കാർ, അവരുടെ ഇടയിലും കുറഞ്ഞു വരും. നമ്മുടെ സിനിമകളും നല്ല കൾച്ചറൽ ആയിട്ടുള്ള കണ്ടന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഇതാണ്. പണ്ട് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാപിറ്റലിസ്റ്റിനെ ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ ദൂഷ്യങ്ങൾ കൂടുതൽ സിനിമകളുടെ ഒക്കെ വരികയാണ്. ഇപ്പം അതല്ല, ഐഡിയലാണ്. അവരെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാവുന്ന രീതിയിൽ അവർ അത്ര ഐഡിയലായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അല്ല, അവർ ആ റിസോഴ്സ് മൊബിലൈസ് ചെയ്ത് എന്ത് മാനിപ്പുലേഷൻ വഴിയാണെങ്കിലും അത് പിന്നെ ജസ്റ്റിഫൈ ആണ് സിസ്റ്റം. അതെ, ജസ്റ്റിഫൈ ചെയ്യും. അതിപ്പോ ക്രൈമിനെ ഇപ്പൊ ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെ. ഇപ്പൊ അടൂർ ഭാഷ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അത് ഈ മോഹൻലാലിനെ പറ്റി പറഞ്ഞല്ലോ, എന്താണ് ഒരു നല്ലവനായ റൗഡി, അങ്ങനെ എന്തോ പറഞ്ഞ, അതാണ് ഇമേജ്. നല്ലവനായ റൗഡി എന്നുള്ള അത് വന്നു ഇവിടെ. ഇത് വ്യാപകമായിട്ട് വില്ലൻ എന്ന് പറഞ്ഞാല് വില്ലനല്ല, നായകനല്ല വില്ലൻ. അല്ല, അങ്ങനെ വില്ലനെ ഐഡിയലൈസ് ചെയ്യുന്നത് വന്നു. അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ളതിനെ ഐഡിയലൈസ് ചെയ്യുന്ന സിനിമകൾ വന്നു. ഞാൻ പറയാം, സിനിമകൾ വെച്ചാൽ ഏത് രീതിയിലും, സിനിമ മാത്രമല്ല മറ്റു തരത്തിലുള്ള കൾച്ചറൽ മാനിഫെസ്റ്റേഷനൊക്കെ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ എന്താണ് റെസിസ്റ്റൻസ്? എവിടെയാണ് റെസിസ്റ്റൻസ്? എങ്ങനെയാണ് പിന്നെ മറികടക്കാൻ പറ്റുന്നത്? നമുക്കത് പറയാൻ തന്നെ പറ്റാത്ത അവസ്ഥയിലാണ്. പിന്നെ സോഷ്യൽ മീഡിയ എന്നുള്ള ഭയങ്കര ഡേഞ്ചർ ഉണ്ട്. എന്താ അറിയോ, നമ്മൾ സാധനം കഴിഞ്ഞാൽ ഒരു 10,000 സൈന്യം മുഴുവൻ നമ്മളെ അറ്റാക്ക് ചെയ്യും. നമ്മുടെ ഇമേജ് മുഴുവനും അതിൻ്റെ മേലെ കിടക്കുന്നത്. എത്രയാണ് അതിന്? ആയിരക്കണക്കിന് ആളുകളെ വരും ഉടനെ. ഇത് യാദർച്ഛ്യമായിട്ട് വരുന്നല്ല കേട്ടോ, ഓർഗനൈസ് ചെയ്തിട്ട് വരുന്ന. ഈ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ റിയാക്ഷൻ അവിടെ വരും. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ഇത് സപ്ലൈ ചെയ്യുന്ന ഒരു ഇതുണ്ട്, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ തന്നെ ഉണ്ട്. ഈ പിന്നെ ഇതിനൊക്കെതിരായിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വേറെ കമ്പനികളുണ്ട് ഉണ്ടാക്കുന്നത്, മാനുഫാക്ചറിങ്. അതും ചോംസ്കി വന്ന വളരെ കറക്റ്റ്. മാനുഫാക്ചറിങ് കൺസെന്റ് മാത്രമല്ല, മാനുഫാക്ചറിങ് ഡിസെന്റോ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലെ ജീവിക്കുന്നത്. സോ എന്താണ് മാനേജിങ് ആണ്, എന്താണ് റെസിസ്റ്റൻസ്? എങ്ങനെ റെസിസ്റ്റൻസ് ചെയ്യാം? ഇപ്പൊ ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഉണ്ടല്ലോ, മുഴുവനും പ്രോ ക്യാപിറ്റലിസ്റ്റ് ആണ്. ഒരു സമരം അവർക്ക് നടത്താൻ പറ്റില്ല. അവരൊരു സൂചനാ സമരം നടത്തും, ഒരു സിംബോളിക് ആയിട്ട് വർഷങ്ങളിൽ ഒരിക്കലും 2-3 വർഷങ്ങളിൽ ഒരിക്കലും സൂചനാ സമരം. പക്ഷെ
കൺസിസ്റ്റന്റ് ആയിട്ട് ഇവിടുത്തെ പിന്നെ ഡോമിനേഷനെ ക്യാപിറ്റലിസ്റ്റ് ഡോമിനേഷനെ അങ്ങനെ ഒരു താല്പര്യത്തെ ഈ തൊഴിലാളി വർഗത്തിനെതിരായ താല്പര്യത്തിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സമരം നടത്താൻ അവർ തയ്യാറാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ ഹൗ ടു മാനുഫാക്ചർ സോഷ്യൽ കണക്ഷൻ ഏത് അതെ 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 അതാണ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അതൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമമുണ്ട്. കറക്റ്റ് സജഷൻസ് മുഴുവൻ അതാണ് അവസാനത്തെ ഭാഗങ്ങളിൽ. അല്ല, ഇപ്പൊ ഈ സോഷ്യൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ സാധനമാണ്. ഇപ്പൊ കോർപ്പറേറ്റുകളൊക്കെ സെല് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി ഈ സോഷ്യൽ പ്രോഡക്ട്സ് ആണ്, പല പല തരത്തിൽ. പിന്നെ ഒരു പുതിയ ഭാഷയുണ്ട് സോഷ്യൽ ഡിസൈൻ, അങ്ങനെ ഒരു. അപ്പം ഈ റിപ്പോർട്ടും അതിലേക്ക് കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സാധനമായിട്ട് തോന്നി. പ്രത്യേക തരത്തിൽ സൊസൈറ്റി ഡിസൈൻ ചെയ്യണമെന്നുള്ളത്. ഗവൺമെന്റുകളൊക്കെ ചെയ്യുന്നതാണല്ലോ അതെ അതെ. സോഷ്യൽ ഡിസൈൻ. ഒരു 10 കൊല്ലം മുമ്പുള്ള ഇന്ത്യയല്ല ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യ. ഏതാണ്ട് സമ്പൂർണ്ണമായിട്ട് ഡിസൈൻഡ് ആയി അത്. ഡിസൈൻ അതിന്റെ വാദക്കലെത്തിരിക്കാൻ. ഡോക്ടർ, ഈ റിപ്പോർട്ട് ഇവരുടെ മെന്റൽ ഹെൽത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ട് ചേർത്തിട്ടാണോ അങ്ങനെ ജനറൽ ആയിട്ടുള്ള മാത്രമാണ്? കാരണം ചില സമയത്ത് മെന്റൽ ഹെൽത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അവർക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ, അതൊക്കെ മിക്കവാറും ഇൻഡിപെൻഡന്റ് ആയിട്ട് റിസർച്ച് ചെയ്യുന്നു, റിപ്പോർട്ട് എടുക്കുന്നതാണ്. ഇത് അങ്ങനെ ഇത് അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്തതാണ്. കാരണം ഇത് വായിച്ചു കഴിയുമ്പോ നമുക്ക് കുറെ കൂടി അങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ അവരുടെ ആ ഇനി അതാണോ ഇനിയുടെ ഫ്യൂച്ചറിൽ കൂടുതലായിട്ട് അങ്ങനെയല്ല, അവർക്ക് ഒരുപാട് അതിനൊരു ഇമ്പോർട്ടൻസ് ആണോ ഇനി ഇവര് കൂടുതൽ കൊടുക്കുന്നതിനുള്ള ആ ഒരു ഇതിനകത്ത് ഇല്ല അങ്ങനെ അല്ല. ഈ റിപ്പോർട്ടിൽ അതില്ല. അല്ലല്ല, അവരുടെ ആ ഒരു അവരുടെ മൊത്തത്തിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മറ്റേ കുറെ പേർക്കുണ്ട് പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സെക്ഷൻ അവരവിടെ റിലീസ് ചെയ്തു, നമ്മളത് കൂടുതൽ ശ്രദ്ധിച്ച് ശ്രദ്ധ കൊടുത്തത് മാത്രമേ ഉള്ളൂ. ചില സമയങ്ങളിൽ ഓരോ ടൈറ്റിൽ ഇട്ടിട്ട് ചിലപ്പോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങള് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അതും സൊസൈറ്റിയുടെ ആ ഒരു ഇതിനകത്ത് വരുന്നില്ല. അത് ഡിപ്പാർട്ട്മെന്റുകളുടെ അതുപോലെ സജീവമാകുന്ന ഘട്ടങ്ങൾ ഉണ്ടാവും. പിന്നെ പോകും. ഈ കമ്പാഷനേറ്റഡ് റെസിസ്റ്റൻസ് ആണ് വേണ്ടതെന്ന് പറയുമ്പോഴും കേരളത്തിലുള്ള ഞാൻ എടുക്കുന്നത് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഇപ്പം പ്രത്യേകിച്ച് പഠനങ്ങൾ നമ്മളോട് ജീവിച്ചു പോകുന്നത് കൂടുതൽ പഠനങ്ങളൊന്നും നടത്താതെ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ ഇവിടുത്തെ ആളുകളുടെ പൊളിറ്റിക്കൽ അവയർനെസ് മറ്റേ ശരീരപക്ഷി പൊളിറ്റിക്കൽ അവയർനെസ് കൂടുതലാണ്. അങ്ങനത്തെ കുറെ ജനറലായിട്ട് ഒബ്സർവേഷൻസ് ഉണ്ട്. പിന്നെ മറ്റൊരുപാട് പദ്ധതികൾ ജനകീയാസൂത്രണം പോലുള്ള അതിൻ്റെയൊക്കെ അത്തരം കുറെ ആക്ടിവിറ്റീസ് നടന്നിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പീപ്പിൾസ് അങ്ങനെ അല്ലെങ്കിൽ ആളുകളുടെ ഭാഗത്തുനിന്ന് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മുന്നോട്ട് വരുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് അവരോട് പറയണമെങ്കിൽ, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞതന്നെ, അതായത് അവരുടെ സ്ട്രക്ചറൽ ആയിട്ടുള്ള എനേബിൾ ചെയ്യുന്ന ഘടകങ്ങളും ഈ കൺസിഡർ ചെയ്യുന്ന ഘടകങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അത്തരം കമ്പഷൻ റെസിസ്റ്റൻസിൽ ഈ അറിഞ്ഞോ അറിയാതെയോ നിൽക്കുന്ന ആളുകളോട് നിസ്സാറിൻ്റെ ഒരു ഒബ്സർവേഷൻസ് പറയാൻ പറ്റും. ഈ എനേബിളിങ്ങും കൺസ്ട്രെയിൻ രണ്ടും
പക്ഷെ അത് ആ തിരിച്ചറിവ് കുറെ പേരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് കൂടുതൽ പേര് അറിയുന്നത് ഈ പറഞ്ഞതിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുമായിരിക്കും. കേരളത്തിലെ ഈ സോഷ്യൽ ലൈഫിന്റെ ലക്ഷണങ്ങൾ എന്തായിരിക്കും മറ്റൊന്ന് വ്യത്യസ്തമായിട്ട്? കേരളത്തെ ഇപ്പോഴത്തെ പ്രത്യേക കേരളത്തിലെ ഈ പുത്രം പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള പല മൂവ്മെന്റും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പല പരിപാടികളും ആയിട്ട് കേരളം പ്രശ്നവൽക്കരിക്കപ്പെടുന്ന എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിന്റെ പിന്നോക്കം? ഏത് രംഗത്താണെങ്കിലും എന്തിനാണെങ്കിലും ഇപ്പോൾ ആരോഗ്യ രംഗത്താണെങ്കിലും അതെല്ലാം മറ്റു ഏതെങ്കിലും മേഖലയിലാണെങ്കിലും ഇല്ല, യഥാർത്ഥത്തിൽ പിന്നാവസ്ഥ എല്ലാ തലങ്ങളിലും ഉണ്ട്. ഇപ്പൊ പൊളിറ്റിക്കൽ അവയർനെസ്സിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുമ്പോൾ പോലും ആ പൊളിറ്റിക്കൽ അവയർനെസ്സിൽ പോലും പിന്നോക്കാവസ്ഥ കാണാം. അതുപോലെ എല്ലാ മേഖലകളിലും പിന്നോക്കാവസ്ഥയൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതിനും ഉള്ള ചില ഒബ്സർവേഷൻസ് പ്രസന്റ് ചെയ്യാൻ പറ്റിയ നല്ലതാണെന്നാണ് എൻ്റെ ഒരു പക്ഷം. പറഞ്ഞതില് വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ പോലും സോഷ്യൽ എന്ന കണ്ടന്റില് ചിത്രം പറഞ്ഞ വലിയ വിഭിന്ന അവസ്ഥയുണ്ട്. സോഷ്യൽ എന്ന് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പല അർത്ഥങ്ങളിലും സമൂഹം എന്നതിൽ വേണ്ടത്ര ഉയർന്നു ചിന്തിക്കുന്നുണ്ടോ? സമൂഹം എന്ന നിലയിൽ നമ്മുടെ കേരള സൊസൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ പല അർത്ഥങ്ങളിലും ധാരാളം സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ പർട്ടിക്കുലർ ഓരോന്നൊരാൾ പറയുന്നത് വലിയൊരു ചർച്ചയായിട്ട് മാറും. നമ്മളുടെ സൊസൈറ്റി കാണുന്ന പല പ്രവണതകളും അങ്ങനെ ഒരു കമ്പാഷനേറ്റ് ആണെന്ന് വെച്ചാൽ തീർച്ചയായും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ നമ്മുടെ ചെറിയ തലമുറ മുതൽ ആ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ തലമുറയേക്കാൾ വല്ല 10 വയസ്സുള്ള കുട്ടികൾ മുതൽ തന്നെ ഒരു ആകർഷിക്കപ്പെടുന്ന മേഖലകൾ ഇന്ന് വയലൻസിന്റെ വലിയൊരു തലം ഇങ്ങനെ അറ്റം നിൽക്കുന്നുണ്ട്. ആ വയലൻസ് ഒന്ന് മറ്റുള്ളവരോട് മാത്രമല്ല, സ്വയം തന്നെ അത് അവര് ഇന്റേണലൈസ് ചെയ്ത് എന്തെങ്കിലും കുട്ടികളിൽ തന്നെയുള്ള ഒരു ആത്മഹത്യ പ്രവണത നേരത്തെ അത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെയുള്ളൊരു സൂയിസൈഡ് ഇത് ഒരു കൂടുതലായിട്ടില്ലേ? എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടി 5ാം ക്ലാസ്സില് കിണറ്റില് ചാടി ആത്മഹത്യ ശ്രമിക്കും. 5ാം ക്ലാസ് പഠിക്കുന്നു. എത്ര കൊല്ലം മുമ്പ് മോർബിഡിറ്റി കുറെ കണക്കുകളുടേതാണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ കേരളത്തിലാണ് ഏറ്റവും അധികം മോർബിഡിറ്റി ഉള്ളത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ വരുമ്പോൾ ബീഹാറിൽ ഏറ്റവും കുറവായിരിക്കും. അങ്ങനെ വെച്ചാൽ ഹോസ്പിറ്റലിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല. അതിന് ക്രൈം കേരളത്തിൽ ഒരുപാട് ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുണ്ടാവും. മതം, ഭക്തി ഇതിന്റെയൊക്കെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും? വേറൊരു പുത്രം പറഞ്ഞ ഒരു വശം അതായിരിക്കും. അല്ലാത്ത രീതിയിൽ എന്റെ ഒരു വലിയ റപ്ചർ വന്നിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്തതിന് അങ്ങേറ്റത്ത് എത്തിക്കുമ്പോഴും ജനറൽ ഹിസ്റ്ററി പറയും നവോത്ഥാനത്തിന് പിന്മടക്കം എന്നൊക്കെ പറയുന്നത് പറയും. അത് വേറെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ മോർ കണക്റ്റഡ് വലിയ പ്രശ്നമാണോ? കൂടുതലായി കണക്ട് ചെയ്യുന്നത് കൂടി ജെൻസി ന്യൂ ജനറേഷന്റെ പ്രശ്നം മോർ കണക്ട് പോസിബിൾ അല്ല. കാരണം കുറെ കണക്ഷൻ ഉണ്ടാവും, കുറച്ച് കണക്ഷൻസ് മാത്രമേ നിലനിൽക്കുള്ളൂ. ആളുകൾ എല്ലാം കണക്റ്റിൽ നിൽക്കില്ല. കാരണം ഇമ്പോസിബിൾ ആണ് ഒരാൾക്ക് കണക്ട് ചെയ്ത് വെക്കാൻ. കൂടുതൽ സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്ന വരാൻ പറ്റില്ല. അല്ല, കണക്ഷൻ ആണോന്നുള്ളതാണ് സംശയം.
നമ്മൾ പല സബ്ജക്ട് പല ആളുകളായിട്ട് പല രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും. അതൊക്കെ കണക്ഷൻ ആയിക്കൊള്ളുന്നില്ല. അതെ. ഞാനൊരിടത്ത് വായിച്ചതാണ് ഇത് പറഞ്ഞതൊക്കെ മീഡിയയിൽ കാണുന്ന ഒരു ഇതാണ്. അത് വയസ്സിപ്പോ 60s മേലെ, ഇപ്പോൾ 60s അല്ലെങ്കിൽ 70 ആ പീരീഡ് ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ അറ്റ്ലീസ്റ്റ് ഒരു അവരുടെ ഈ കണക്ഷൻ ഉണ്ടല്ലോ അത് കുറച്ച് കൂട്ടണം എന്നാണ്. അപ്പോ എങ്ങനെയാണ് വെച്ചാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരാളെ പഴയ സുഹൃത്തുക്കൾ അല്ല എന്താ സുഖം തന്നെയാണോ എവിടെയാണ് ഇങ്ങനെ ചോദിക്കുക. അപ്പൊ അയാൾ ഇങ്ങോട്ട് ചോദിക്കും. ഇങ്ങനെ ആളുകളോട് അങ്ങാണ്ട് അത് ഫിസിയോളജിക്കലായിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കൂടിച്ചേർന്ന് തന്നെ ഒരു കണക്ഷനാണ്. അത് പിന്നെ ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം അത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കും, വയസ്സായവരെ സംബന്ധിച്ചോളം ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നതാണ് വാദിക്കുന്നു ആളുകൾ. ഒരു കണക്റ്റഡ്നെസ് ഉണ്ടാവാന്ന്. അത് പ്രായം കുറഞ്ഞ ആൾക്കാർ ചില സമയത്ത് അവരിങ്ങനെ ഇരുന്ന ശേഷം പിന്നെ പോയി ഫോണിൽ ചെയ്യണതാണ്. അവരിൽ ഭയങ്കര ചേഞ്ച് ആണ് കണക്ട്. കാരണം എന്നിട്ട് വീട്ടിലെ അമ്മമാരൊക്കെ ചോദിക്കും നിങ്ങളപ്പോ നേരിട്ട് ഇത്രയും നേരം കണ്ടിട്ടല്ലേ വന്നത്, പിന്നെ എന്താ വീണ്ടും ചാറ്റ് ചെയ്യണമെന്ന്. അപ്പൊ അവർക്ക് അതാ കംഫർട്ടബിൾ. അമ്മയുടെ ഫോണൊക്കെ വാങ്ങിയിട്ടാണ് അവര് ചാറ്റ് ചെയ്യുക. അവർക്ക് സ്വന്തമായിട്ട് ഫോൺ, അതൊക്കെ കുഞ്ഞുമക്കളും. അപ്പൊ അവർക്ക് ഇതാണ് വേണ്ടത്. എന്നാ പകല് മുഴുവൻ ഒരുമിച്ചായിരിക്കും. അതുകൊണ്ടാണ് സ്കൂളില് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മമാരുടെ ഫോൺ എടുത്തിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പ് ചാറ്റ്. അപ്പോഴാണ് അവർക്ക് ആ കണക്ഷൻ ഫീൽ ചെയ്യുന്നത്. സ്കൂളിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോ ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ അതായിരിക്കും. പണ്ട് സ്വകാര്യം പറഞ്ഞതുപോലെ തന്നെ അല്ല ആ കുട്ടികളുടെ നാളെ പോയി നിസാറിനെ വിചാരിച്ചു റൂമിലൊക്കെ പോകുമ്പോ അവിടെ ഭയങ്കര തിരക്കാണ്. ഫുൾ മറ്റേ ഏറ്റവും മുതലാണ് ഭയങ്കര ചർച്ചയായിരുന്നു. കാര്യം വെക്കാൻ പറ്റില്ല, ഫുൾ തിരക്കാണ്. ഞാൻ എത്തിക്കൊള്ളു ഇതൊക്കെ തിരക്ക് പിടിച്ച കാലത്ത് എങ്ങനെ കാര്യം കുട്ടിയാണ് പേരത്തിന്റെ തിരിച്ചു പോകുന്നത്. കവിതയായിട്ട് എഴുതിട്ട് ലുക്കിന്റെ ഒക്കെ നോക്കിയത് ഇത്ര തിരക്കുള്ള ഒരാളെ പുറത്തു പോയിട്ട് ഒരാളുടെ ഹലോ പറയുന്നത് ഒരു വീട്ടിലെ ബ്രെയിൻ യൂസ് ചെയ്യാത്തവർക്ക് മാത്രമാണ് പുറത്തു പോയിട്ട് ഹലോ പറയേണ്ട ആവശ്യമുള്ള. ബ്രെയിൻ യൂസ് ചെയ്യുന്നതൊരു ഭയങ്കര വിട്ടത്തിലാണ് പുറത്തു പോയിട്ട് ഹലോ പറയുന്നത്. ബ്രെയിൻ നശിക്കാത്തത്. അല്ല ഹലോ പറയുന്നില്ലെങ്കിലും ഹലോ പറയുന്നത് കേൾക്കാണ്ടോ. ഇയാൾ വേറെ കുറെ തിരക്കിലിരിക്കുന്ന ആളല്ലേ, ഒറ്റയ്ക്ക് വാല്യൂ ചെയ്താ പറയും. ഒരുപാട് ബാക്ക് ഓഫ് നോബഡീസ് ആണ്. ഇവന്റെ ഈ ജനറേഷൻ ഗ്യാപ്പ് ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നില്ല. ഒരു ജനറേഷൻ ഗ്യാപ്പ് അതൊരു പ്രശ്നമല്ലേ ഇതില് പക്ഷേ സെൻസും പിന്നെ വരുമാനം കുറഞ്ഞവരാണ് ഏറ്റവും സോഷ്യൽ എക്സ്പ്രഷൻ ഏകാന്തതയുള്ളവർക്ക് 13-17 വയസ്സ് പ്രായമില്ല. അങ്ങനെ ചിലപ്പോ ആ സമയത്തും മുതിർന്ന ആൾക്കാർ ഇവരോട് കുറെ ലൈഫ് ഡിസിഷൻസ് ചോദിക്കും. അതുകൊണ്ടായിരിക്കില്ല ഈ ലോകം മുഴുവൻ കൈയടക്കിയിരിക്കുന്ന മുതിർന്ന ആൾക്കാരുണ്ട്. ചെറിയ കുട്ടികൾക്ക് അവർ ഓൾറെഡി ഔട്ട്. ഓൾറെഡി കുട്ടികൾ ഇങ്ങനെ ഈ ലോകത്തിലേക്ക് കയറി പറ്റുമ്പോ തട്ടും ഇങ്ങനെ കേറും. അങ്ങനത്തെ കാരണം ഇപ്പൊ നമ്മള് തന്നെ എനിക്ക് ചില സമയത്ത് ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടി നമ്മളോട് സന്തോഷമായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ കുട്ടിയോട് ആദ്യം ചോദിക്കും പഠിത്തമൊക്കെ എങ്ങനെയൊക്കെ അങ്ങനെ കണക്ഷൻ തന്നെ പോയിട്ട് ഒന്നും വേണം. അപ്പൊ ഞാനിപ്പോ എന്താ ചോദിക്കുന്നതെന്നുള്ളത് മാത്രം ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അതോ ആ ഏജ് ഗ്രൂപ്പ് പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ എൻട്രൻസ് സോഷ്യൽ കണക്ഷൻ ഇല്ലാണ്ട് ലോൺലിനെസ് ഒരു സോഷ്യൽ കണക്ഷൻ അവർക്കില്ല. എൻട്രൻസ് ഒന്നുകൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതിനകത്തുണ്ടല്ലോ. നമ്മളിപ്പോ വെറുതെ ഇരിക്കുന്നതല്ല. ഇപ്പൊ പ്ലസന്റ് എന്തെങ്കിലും നമുക്ക് അവരോട് ആ ചോദിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോ അതൊക്കെ സോഷ്യൽ കണക്ഷനാണ്. അത് നിങ്ങൾ ചോദിക്കുന്നതും ഹലോ എന്ന് ചോദിക്കാനുണ്ടെങ്കിൽ വേറെ രീതിയിലുള്ള നിങ്ങൾ
ഇവൻ ടിവൈസ് ചെയ്യുന്നതൊക്കെ തന്നെ സോഷ്യൽ കണക്ഷൻ ഉണ്ട്. കാരണം വെച്ചാൽ അവിടെ റെസിപ്രോക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോഷ്യൽ കണക്ഷൻ ഉണ്ടെങ്കിൽ കണക്ട് രണ്ട് കണക്ട് എന്ന് ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ റെസിപ്രോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കണക്ഷൻ ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞത്. ചില സമയത്ത് നമുക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വഴിയും ഉണ്ടാവില്ല. പക്ഷെ ഇതില് പറയുന്ന ഒരു പ്രശ്നം സോഷ്യൽ കണക്ഷൻ ആർക്കുള്ളൂ വെച്ചാല് സോഷ്യലി കണക്റ്റഡ്നെസ് ഉള്ളവർക്കേ ഉള്ളൂ. അങ്ങനെ പ്രശ്നമില്ല. അതൊരു കൺഫ്യൂഷൻസ് ആണ്. കണക്റ്റഡ്നെസ് ഉള്ള ആള്, ഞാൻ പറഞ്ഞ ആളാണ് കണക്റ്റഡ്നെസ് ഉള്ള ആള്. മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആള് പ്ലാറ്റ് മുതൽ മറ്റേ ജോബ്സി വരെയുള്ള കാര്യങ്ങൾ സംസാരത്തിന്റെ ഇടയിലല്ലോ ഒറ്റയ്ക്കുള്ളൂ. അത് വളരെ കണക്റ്റഡാണ്. കണക്റ്റഡ്നെസ്സിന്റെ ഏറ്റവും ഒപ്റ്റിമൽ ഭാവമാണ്. കണക്റ്റഡ്നെസ് ആയിരിക്കും. സോഷ്യലി കണക്റ്റഡ് ആയിരിക്കും. സോഷ്യലി കണക്റ്റഡ് ആണെങ്കിൽ വേറൊരു നെറ്റ്വർക്കിംഗ് വേണ്ട അല്ലേ? നെറ്റ്വർക്കിംഗ് വേണ്ട, ഫിസിക്കലോ അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് വേണ്ട. ഞാൻ പറഞ്ഞ ഇമാജിനറി ഇതാണ്. കാരണം പിന്നെ ഉണ്ണി പറയുന്ന പോലെയാണെങ്കിൽ ഇമാജിനറി ലോകത്ത് കണക്റ്റഡ് മതി. ഞാൻ പറയുന്നത് വെച്ചാല് കണക്ട് ചെയ്യപ്പെടാൻ കണക്റ്റഡ്നെസ് എന്നുള്ളത് വേറൊരാളുടെ കൂടെ നിങ്ങൾ ബന്ധപ്പെടാൻ മാത്രമല്ല, അത് റെസിപ്രോക്കേറ്റ് ചെയ്യണം എന്ന് ഞാൻ ഹലോ ആ സുഖം തന്നെയാണ് ഇന്ന് പറയുമ്പോൾ നിങ്ങൾ റെസിപ്രോക്കേറ്റ് ചെയ്തു തിരിഞ്ഞു നോക്കാണ്ട് പോയത്. ഞാൻ പണ്ട് എം ജി നാരായണനും പിന്നെ പണിക്കരോ പിന്നെ ഇതായില്ലേ ലിഫ്റ്റ് ഉണ്ടായ സമയത്ത് ലെഫ്റ്റിന്റെ ഭാഗമായിട്ട് ഭയങ്കര ഹിസ്റ്റോറിയൻസ് ഒക്കെ എല്ലാവരും തമ്മിൽ ഇപ്പൊ ഒരു ദിവസം ഞാൻ രണ്ട് മീറ്റിങ്ങിൽ രണ്ടുപേരുള്ള സമയത്ത് ഞാൻ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. എം ജി നാരായണൻ വന്ന് ഹലോ എന്ന് പറയുന്ന പോലെ പുഞ്ചിരിച്ച് പിന്നെ പണിക്കരുടെ അടുത്ത് വന്നു. പണിക്കർ തലം കൂടെ തലം കൂടി തിരിച്ചറിഞ്ഞു. ഇതിന്റെ അടുത്ത് വെച്ചാൽ റെസിപ്രോക്കേറ്റ് ചെയ്തില്ല. അത് ഡിസ്കണക്ഷൻ സോഷ്യൽ കണക്ഷൻ അല്ല. സോഷ്യൽ കണക്ഷൻ അല്ലേ? കാരണം റെസിപ്രോക്കേറ്റ് ചെയ്തല്ലോ. അല്ല റെസിപ്രോക്കേറ്റ് ലൈക്ക് ഡിസ്ലൈക്ക് ആണല്ലോ ഒരു റെസിപ്രോക്കേഷൻ. ഇത് നമ്മുടെ സോഷ്യൽ കണക്ഷൻ നമുക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോ ഹലോ എന്ന് പറയുമ്പോ ഹലോ ഹൗ ആർ യു എന്ന് ആ ഇതുണ്ടല്ലോ, അതാണ് റെസിപ്രോക്കേഷൻ ഞാൻ പറഞ്ഞത്. മറ്റേത് റെസ്പോണ്ട് ചെയ്തത് റിജക്ട് ചെയ്തു, അതാണ്. അങ്ങനെ റിജക്ഷൻ പാടില്ല. അതിനാണ് ഈ സോഷ്യൽ കണക്ഷൻ ഇല്ല. കണക്ഷൻ വെച്ചാൽ ഒരു കണ്ടിന്യൂറ്റിയും കൂടി ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാം. ഞങ്ങൾ പിന്നെ അയാളോട് ഫോൺ എടുക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക. പെയ്ഡ് റെസിപ്രോക്കേഷനോ? പെയ്ഡ് റെസിപ്രോക്കേഷനോ? അതാണ് ഈ ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്ന അതാണ് പേരാണ്. പലതരത്തിലുള്ള അത് ജാഥയ്ക്ക് സിന്ദാബാദ് പിടിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു. ഞാൻ ഒരു പിന്നെ ഓണറും അവരുടെ കീഴിലുള്ള പണിയെടുക്കുന്ന ആളുകളും തമ്മിൽ പെയ്ഡാണ്, പെയ്ഡ് റെസ്പോൺസ് ആണ്, പെയ്ഡ് കണക്ഷൻ, പെയ്ഡ് ആയിട്ടുള്ള കണക്ഷൻ, സോഷ്യൽ കണക്ഷൻ. കാരണം നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യുക, റെസിപ്രോക്കേറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി പെയ്ഡ്. അല്ലാത്തവരും നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. അപ്പം ഈ പണക്കാർക്ക് റിസോഴ്സ് അധികമുള്ള ആൾക്ക് എപ്പോഴും റെസിപ്രോക്കേറ്റഡ് ആയിരിക്കും അവരുടെ കണക്ഷൻ. അത് സോഷ്യൽ കണക്ഷൻ അവർക്കുണ്ട്. അവർക്ക് പ്രശ്നങ്ങൾ കുറവാണ്. പിന്നെ ഇതില് പിന്നെ ആത്മാർത്ഥത വേണോ ഇല്ല എന്നുള്ള വേറെ പ്രശ്നമാണ്. സിൻസിയറിറ്റി സിൻസിയറിറ്റി വേണ്ട. സോഷ്യൽ കണക്ഷന് സിൻസിയറിറ്റി വേണമെന്ന് ഒന്നും പറയുന്നില്ലല്ലോ. ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് നമ്മള് ഇങ്ങനത്തെ പെയ്ഡ് ആയിട്ടുള്ള സാധനം വരുമ്പോഴത്തേനും ആൾക്കാർക്ക് ലോൺലിനെസ് ആ ഒരു ഏരിയ ബുദ്ധിമുട്ട് വരില്ലേ? 15 കണക്ഷൻ ഉണ്ടാക്കിയാണ് പെയ്ഡായിട്ടുള്ള ആളുകളുടെ ഇടയിലും പെയ്ഡായിട്ടുള്ള കണക്ഷൻ്റെ അകത്തും ഭയങ്കര എൻജോയ്മെന്റ് ഉണ്ട്. ജോലിക്കാരോട് ഭയങ്കര താല്പര്യം, ജോലിക്കാർക്ക് മുതലാളിയോട് ഭയങ്കര താല്പര്യമില്ല. മുതലാളിക്ക് വേണ്ടി ചാവാൻ വരെ തയ്യാറാണ്.
പക്ഷെ അത് പെയ്ഡ് ആണല്ലോ, റെസ്പോണ്ട് ഈ കണക്ഷൻ പെയ്ഡ് ആണല്ലോ. ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ഏഹ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി കേസുകളൊക്കെ അവിടെ യഥാർത്ഥ അതാണെന്ന് വിചാരിച്ചാലും മതിയല്ലോ അല്ലെ. ഓരോ സമയം പേ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രശ്നമാവും. ഓരോ ശരിക്കും പേ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാവും. ഒരു വലിയ പേയ്മെന്റ് ആണെങ്കിൽ പിന്നെ പേയ്മെന്റ് ആയിരിക്കില്ല, വേറെ എന്തൊക്കെയായി മാറും. ശരി, കൊട്ടേഷൻ പെയ്ഡ് റെസ്ക്രിപ്ഷൻ തന്നെ ഓരോ നിമിഷം പേ ചെയ്യണം. ചിലപ്പോൾ അത് സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി പെയ്ഡ് ചെയ്യും. പക്ഷേ ഏതെങ്കിലും സമയത്ത് പേ ചെയ്താൽ പേയ്മെന്റ് മറന്നു പോയിട്ടുണ്ടാവുന്ന ഒരു ഒരു ആചാരത്തിന് നമ്മൾ വേറൊരു ആചാരമായിട്ട് ഇങ്ങനെ അത് വളർന്നു വരും. യഥാർത്ഥത്തിൽ എന്തിനാണ് ആചരിച്ചതെന്ന് മറന്നു പോയിട്ട് അല്ലാതെ ഈ പൈസ ഒന്നാണ് ചിരിച്ചതെന്ന് മറന്നു. നീ പറഞ്ഞപ്പോ ഞാൻ ഒരു ഇമാജിനറി എക്സാമ്പിൾ ആലോചിച്ചു. അതായത് ഒരു മുതലാളി ഒരു തൊഴിലാളിയോട് ചിരിക്കാൻ പറയും എപ്പോഴും. ചിരിക്കുമ്പോൾ ഓരോ ചിരിക്കും പൈസ കൊടുക്കും. അപ്പോ ചിരിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ അയാള് മറ്റേ പൈസ കൊടുക്കാൻ വിട്ടുപോയി. അടുത്ത പൈസ വന്നിട്ടില്ല. അപ്പൊ ചിരിക്കണമെങ്കിൽ അടുത്ത എന്താ കഥയാണത്? ഒരാഴ്ച കൊടുക്കും, ഏഹ് ഒരാഴ്ച കൊടുക്കും. ചില കണക്ക് എല്ലാത്തിലും ഉണ്ട്, ഉള്ളത് തന്നെ അങ്ങനെ ഉണ്ട്. ഇതേ പൈസ തന്നാ അവിടെ കിട്ടി കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ആള് ജിപേ ഇങ്ങനെ നോക്കുന്നുണ്ട്, മെസ്സേജ് വന്ന് കിട്ടിയോ. അപ്പൊ വീട് സംശയം അത് തന്നെയാണ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അതല്ല റിലേഷൻഷിപ്പ്, റിലേഷൻഷിപ്പ് നിൽക്കില്ല. പെയ്ഡ് ഇതാണെങ്കിലും കുറച്ച് ഞാൻ എന്റെ പെയ്ഡ് ആണെന്ന് മറന്നു പോയിട്ട് വേറൊരു സിൻസിയറിറ്റി എവിടുന്നോ അങ്ങനെ വന്നിട്ട് അത് വേറെ തോന്നുന്നു. ഒരു സെക്കൻഡറി ഗ്രോത്ത് ആയി മാറും. പലപ്പോഴും ഈ സിൻസിയറിറ്റി ഇല്ലെങ്കിലും അങ്ങനെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും കണ്ടീഷണൽ ആണ് ഈ കണക്ഷൻ എങ്കിൽ ക്രമേണ അത് ഭയങ്കര ബോണ്ടായിട്ട് മാറും. തമ്മിൽ കണക്ട് തമ്മിൽ ഭയങ്കര ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. കാരണം ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എന്താ വേണ്ട അറിയാം, ഓക്സിറ്റോസിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്താണ് ബോഡി. ഓപ്പിയോയിഡും ഓക്സിറ്റോക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഭയങ്കര ഫീലിംഗ് തോന്നും മറ്റേ ആളോട്. അപ്പൊ അത്രയും മതിയത്. ആദ്യം തന്നെ ഒരു ഗിവർ ആൻഡ് ടേക്കർ എന്നുള്ള രണ്ട് മെഷീൻസ് മാറിയിട്ട് വേറെ പ്രഷർ മെഷീൻസ് അല്ലെങ്കിൽ സോഷ്യലി കണക്റ്റഡ് അല്ലെങ്കിൽ പ്രഷർ എന്താ പറയുക റിലേഷൻ മെഷീൻസ് ആയി മാറി. റിലേഷൻ മെഷീൻസ് ആയി മാറി. ആദ്യത്തെ വേറെ ഒരു ഇതായിരുന്നു, പിന്നെ അത് വേറെ രണ്ട് മെഷീൻസ് വേറെ മെഷീൻസ് ആയി മെഷീനായി കണക്കാക്കണം. ആദ്യം ഞാൻ ഒരു ജെന്നി മെഷീനായിരുന്നു, പിന്നെ ഫ്രണ്ട് മെഷീനായിരുന്നു. അങ്ങനെ ഓക്സിറ്റോസിൻ മെഷീൻ. അതായത് ഈ സോഷ്യൽ കണക്ഷനില് ഈ പോസിറ്റീവായിട്ടുള്ള ഒരു സ്വഭാവം അതിന് വരുന്നത് കൈവരുന്നത് ബോഡിയിലെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് എന്ന് പറയുന്നു. കാരണം അത് സമാധാനപരമായിട്ട് തോന്നും. തങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന സമാധാനപരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് ഈ ബന്ധപ്പെടുന്ന ആളുകൾക്ക് തോന്നുന്നത് ബോഡിയിലായിട്ടുള്ള ഈ കെമിക്കൽ. അതില് ഏതെങ്കിലും ഒന്ന് കാറ്റലൈസ് ചെയ്യണം, അല്ലെങ്കിൽ സോഷ്യൽ ഇതിനെ കാറ്റലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് അതിനെ കാറ്റലൈസ് ചെയ്യണം. ഒന്നാണെന്ന് പറയാൻ പറ്റും. ഇല്ല, ഇത് ഉണ്ടാക്കുന്ന ഒരു കാറ്റലൈസ് ചെയ്യും, പക്ഷെ അത് കൃത്രിമമായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. കാറ്റലൈസിങ് ഏതിന്റെ റിയൽ സാധനം വേറെ വേറെ നിൽക്കുന്നത്. ഒന്നെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പാണ് ഈ ബോഡിലി കെമിക്കൽ ചേഞ്ചസിനെ കാറ്റലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോഡിലി സാധനമാണ് അതിനെ കാറ്റലൈസ് ചെയ്യുന്നത്. പക്ഷെ ലോൺലിനെസ്സും അതേപോലെ ഫീൽ ചെയ്യുന്നതാണോ അങ്ങനത്തെ ബോഡിയിൽ അത് എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ആണ് അല്ലേ? അപ്പൊ അതിനെ അങ്ങനെ തന്നെ ചെയ്താൽ പോരെ? അല്ല, ഏതോ ഈ ഷേക്സ്പിയറിന്റെ ഒരു ഇതില്ലേ, കണ്ണിൽ ഒഴിക്കുമ്പോ പറ്റാനോട് പ്രണയം തോന്നുന്നു. ഏതൊരു നാടകം ഉണ്ടല്ലോ,
കാറ്റലൈസ് ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് മാറുകയും ചെയ്യും. ഒരിക്കലും എനിക്ക് ഓക്സിഡേഷൻ ഉണ്ടായിട്ടാണ് അയാളോട് ഇഷ്ട സന്തോഷം തോന്നിയത്. പിന്നെ അയാളെ കാണുമ്പോൾ എനിക്ക് ഓക്സിഡേഷൻ ഉണ്ടാവും. അതല്ലോ തിരിച്ചുണ്ടോ? മെമ്മറീസ് വെച്ചിട്ട് അങ്ങനെയല്ലേ അതെ മെമ്മറീസ് അങ്ങനെയാണ്. ഭയങ്കര പണ്ട് എന്നോട് ഭയങ്കര ആര് എന്തിന് ട്രിഗർ ചെയ്യുന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ. പക്ഷെ ഒന്നും നമ്മുടെ ഈ കണക്റ്റഡ്നെസ്സുമായിട്ടുള്ള ആ കണക്റ്റഡ്നെസ് ബന്ധമൊന്നുമില്ല. ഇത് വേറൊരു അതും ഈ സോഷ്യൽ ഇത് കൾച്ചർ വൈസും ഡിഫറൻസ് ഉണ്ട്. ചില സ്ഥലത്ത് സോഷ്യൽ കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മള് ചില കൾച്ചർ മാറി പറയും ആ, ഇല്ലേ? അപ്പൊ അതും ഇതൊക്കെ ഡീൽ ചെയ്യാനുള്ള കൾച്ചറൊക്കെ ഉണ്ട് അവിടെ. കൾച്ചറിനൊക്കെ എടുത്തിട്ടുണ്ട് അവര്. അല്ല നമ്മളിപ്പോ എല്ലാ സ്ഥലത്തും സാധനം മറക്കില്ല. എല്ലാ സ്ഥലമൊന്നും അവരും പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രവാസി കൾച്ചർ അത് അങ്ങാപ്പ് കൾച്ചറൽ സ്ഥലമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചില സ്ഥലത്തായിരിക്കില്ലല്ലോ വേറെ സ്ഥലത്ത്. ഇവിടെ നമ്മൾ ഈ പ്രസന്റേഷൻ ഹൈറ്റ്സ് ഇതേ കൾച്ചർ ദുബായിലുണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടാവും പ്രവാസി കൾച്ചർ ഈ സ്ഥലമായിട്ട് ബന്ധമില്ല. അത് അല്ല മീൻസ് ഈ സോഷ്യൽ കണക്ഷന്റെ രീതികൾ കൾച്ചർ വൈസ് ഡിഫറൻസ്. എനിക്ക് ചോദ്യം ചോദിക്കേണ്ടത് വരുന്ന വഴിക്ക് ഈ പുസ്തകം മലയാളത്തിൽ ഇറക്കിക്കൂടിയാണ്. മലയാളത്തിൽ മാത്രം പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിന് ഇതുപോലൊരു നല്ല ഇത് വേണം, ക്രിട്ടിക്കലായിട്ടുള്ള ആമുഖം വേണം. മലയാളത്തിൽ എല്ലായിടത്തും ഇറക്കാൻ ഇറക്കപ്പെടേണ്ട പുസ്തകമാണോ? നമ്മളൊക്കെ വായിച്ചു കഴിഞ്ഞില്ലേ? ശരിയാണെങ്കിൽ മലയാളത്തില് അത് നമ്മള് വായിച്ചു കഴിഞ്ഞു. ഇനി ആരും വായിച്ചില്ല. context ചെയ്യണം. ഒരിക്കലും ആരും വായിക്കാൻ പോകുന്നില്ല. അതെന്താ എന്താ അതെന്താ ഈ പുസ്തകം അത്ര അതല്ലേ? അല്ലല്ല, അതാണ് അല്ല പുസ്തകം അപ്പീലിക്കല്ല എന്നുള്ളതാണ്. അല്ലല്ല പരമാവധിയാണ്. അല്ല എന്തായിരിക്കും ഇപ്പൊ പുസ്തകം ഇങ്ങനെ ഡിബേറ്റ് ചെയ്യപ്പെടുന്നത്, വായന ഡിബേറ്റ് ചെയ്യപ്പെടുന്നത്? അല്ല ഈ ഒരു വിഷയം ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതെന്നാണ് ചോദ്യം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ചില അത് വേണം. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് നമ്മള് എന്ത് പറയുന്നത് മലയാളത്തിൽ ഇറക്കപ്പെടേണ്ടതാണോ? ഡിബേറ്റ് ചെയ്യപ്പെടാം, പക്ഷെ ഡിബേറ്റ് ആയിരിക്കണം. അതാ പറഞ്ഞത്, ഡിബേറ്റ് ചെയ്യപ്പെടണം. പക്ഷെ ഡിബേറ്റ് ആവണം മാത്രം. ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട അത്ര പ്രാധാന്യം ഉള്ള പുസ്തകമാണ്. ഡിബേറ്റ് അല്ല, ഡിബേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾക്ക് ചില ഡിബേറ്റ് ചെയ്യേണ്ടതാണ്. ചെയ്യേണ്ടതാണോ? അതെ ഇത്ര പ്രധാനപ്പെട്ടാണ് പുസ്തകമായിട്ട് എനിക്ക് തോന്നുന്നത്. ശരിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പം ഒരു ട്രാൻസ്ലേറ്റ് ചെയ്ത് വരാൻ പ്രധാനപ്പെട്ട പുസ്തകമാണെന്നില്ല. പൾപ്പ് പുസ്തകമാണെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യും. അതാണല്ലോ ഇപ്പം DC ഒക്കെ ചെയ്യുന്നത്. സാമൂഹ്യ പ്രാധാന്യം നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ട എളുപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇത് മാത്രമല്ല, അങ്ങനെ കുറെ എണ്ണം ചെയ്യാം. ഇത് ചെയ്യാണ്ടിരിക്കല്ലേ. നമ്മൾക്ക് അങ്ങനത്തെ പണി ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്യേണ്ടതാണ്. എന്താ പറയുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സാമൂഹ്യ പ്രാധാന്യം ഇറക്കുകയാണെങ്കിൽ ഇവിടെ സാമൂഹ്യ പ്രാധാന്യത്തെ സ്ഥലങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് സാമൂഹിക പ്രാധാന്യമുള്ള ഒരു പുസ്തകം സാമൂഹ്യം ഇറക്കിക്കൊണ്ടിരിക്കണം. സാമൂഹിക പ്രാധാന്യമുള്ള ഒരു പുസ്തകം തീരുമാനിക്കുകയാണെങ്കിൽ അത് ഇതാവോ? അതല്ല, അത് ഇതിന്റെ കിട്ടിക്കൈ അത് ഇതാ പോകുന്നു. ഇതിന് പറ്റിയതാണോ? അതിനെ സംബന്ധിച്ചുള്ള പുസ്തകം, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ള അല്ലെങ്കിൽ അതിനെ പറ്റി ചിന്തിച്ചിട്ടുള്ള പുസ്തകം, ഡിബേറ്റ് ചെയ്യുന്ന ആ ഡിബേറ്റ് ആയിരിക്കും പുസ്തകം. അതിന് ഇറങ്ങാൻ ചിലപ്പോ 2 വർഷം പിടിക്കും. അല്ല, നമ്മുടെ ഇങ്ങനത്തെ ഡിബേറ്റിന് സ്ഥലമാണോ ഇതിനെ ബേസിച്ചിട്ടാണ്. ഇത് പുസ്തകമായിട്ട് മാറാൻ പ്രയാസമായിരിക്കും. പല ഏരിയയിലും ഇപ്പൊ നമ്മള് ശരിക്കും അത് ഓരോ ഇതൊരു മേഖലകൾ നമ്മൾ പറഞ്ഞു. പക്ഷെ 100 പേജിന്റെ ഇതായി കഴിഞ്ഞാൽ നോക്കിയോ ഇപ്പൊ തന്നെ. പക്ഷെ നമ്മളൊക്കെയാണ് എല്ലാം അതൊരു 80 പേജ് എഡിറ്റ് ചെയ്താൽ കിട്ടും. ഒന്നും 25 പേജ് അങ്ങനെയാണോ? അതന്നെ അക്ഷരങ്ങളാക്കി നമ്മൾ സാമൂഹ്യാരോഗ്യം ചെയ്ത് രീതി വേറെ. ഡിജിറ്റൽ ലൈഫിനെ പറ്റിയിട്ട് ഞാൻ വെറുതെ പറയാം. 250 പേജ് 250 പേജ് കിടക്കും. ഇത്രയും കുറെ എഴുതി കഴിഞ്ഞിട്ടു.
മനസ്സ് കേരളമായിട്ട് ബന്ധപ്പെട്ട വലിയ ചാപ്റ്റർ. ഇങ്ങനെ ആലോചിച്ചൊരു കാര്യമില്ല. ഇത്ര മുതൽ ആ ഒരു സെൻട്രൽ തീം അതുപോലെ തോന്നിയാസവും സാമൂഹ്യാരോഗ്യത്തെ കുറിച്ച് 50 പേജ് എഴുതി കഴിഞ്ഞാണെന്നുള്ള ഇപ്പൊ ഈ ആ കോണ്ടെക്സ്റ്റിൽ സോഷ്യൽ കണക്ഷനെ കുറിച്ച് കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയുന്ന റീവിസിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതിപ്പോ പറഞ്ഞപ്പോഴേ സാമൂഹ്യാരോഗ്യം പുതിയ സാഹചര്യത്തിൽ റീവിസിറ്റ് ചെയ്യാൻ പറ്റും. പുതിയ സാഹചര്യം ഇന്നും ഉണ്ടാവും. അല്ലാത്ത ഒരുപാട് പരിപാടികൾ ഡിസ്കഷൻ തമ്മിലല്ലേ, പിന്നീട് വേണമെങ്കിൽ പുസ്തകം നോക്കിയിട്ട് മതി. പുസ്തകം അങ്ങനെ ഡിസ്കഷൻ തമ്മിൽ ഇതിൽ ക്രിട്ടിക്കലായിട്ട് ഉൾപ്പെടെ അതിനുശേഷം പലരും ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ അത്യധികമായിട്ട് എന്താണ് സാമാന്യ ജനങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെയാണെന്ന് ഉൾപ്പെടെയുള്ള ഒരു സംഗതി സോഷ്യൽ പറഞ്ഞ ശരിക്കും ഏതെന്ന പുസ്തകം നിസാറിന്റെ ഒരു പറഞ്ഞ കാര്യഭാഗമുണ്ട്. അതായത് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ സബ്ജക്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ സൊസൈറ്റിനെ സങ്കല്പിക്കുന്ന ഫാന്റസൈസ് ചെയ്യുന്ന ഈ ഫാൻറ്റത്തിനെ ട്രാൻസ്പെറന്റ് ആയി നോക്കിക്കഴിഞ്ഞാൽ എന്താണുള്ളത്, അത് എങ്ങനെയാണ് അതിന്റെ സോഷ്യൽ കണക്ഷൻ അല്ലെങ്കിൽ അതിന്റെ കണക്റ്റഡ്നെസ്, അതിന്റെ പ്രോബ്ലംസ്, അതിന്റെ ഏകാന്തത പിന്നെ വലിയ സബ്ജക്റ്റ് നിസാർ പറഞ്ഞത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അതൊരു 5-6 ദിവസത്തെ സെമിനാർ റിയേഷൻ പുസ്തകമൊക്കെയാണ്. പുസ്തകം വേണമെങ്കിൽ ഫാന്റസി പോയി. ഫാൻറ്റത്തിനും അടിയിൽ ഒരു സാധനം അയാളെ കണ്ടുപിടിച്ച ശേഷം അവിടുത്തെ ലോൺലിനെസ്, അവിടുത്തെ അതാണ് നിസാർ കുറച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ട് സബ്ജക്റ്റിനെ കുറിച്ച്. കമ്പാഷൻ സാമൂഹ്യ നീതി, കമ്പാഷൻ റെസിസ്റ്റൻസ്. ശരിയാ കമ്പാഷൻ ഒന്നും ശരിയാൻ അല്ല ആ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിന് കാണാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. കമ്പാഷണേറ്റ് റെസിസ്റ്റൻസ് അത് നല്ല ഈ നിങ്ങൾ കമ്പാഷനേറ്റ് ആകുമ്പോൾ ഈ വയലന്റ് ആയിട്ടുള്ള ഫോംസ് ഓഫ് എക്സ്പ്രഷൻ കംപ്ലീറ്റ്ലി വിഡ്രോ ഇല്ലാണ്ടാവും. അപ്പൊ ഇങ്ങനെ റെസിസ്റ്റൻസ് അങ്ങനെ എങ്ങനെ കൊണ്ടുവരുന്നു? വിത്തൗട്ട് വയലൻസ്, വിത്തൗട്ട് ഡിപ്ലിക്കേറ്റിംഗ് അതർ ഇല്ലാണ്ട് എങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്? കാരണം റെസിസ്റ്റ് ചെയ്യുമ്പോൾ അതറുണ്ടാവും, എന്തെങ്കിലും ഒന്നിനോടുള്ള റെസ്റ്റ്. ഒരു സംശയമുണ്ട്. ഞാൻ ആരാണെന്ന് പറയുമ്പോഴല്ലേ ഒരു പ്രോബ്ലം ഉണ്ട്. ഒരു ഞാൻ ആരല്ല എന്ന് പറഞ്ഞാൽ അല്ല അവിടെ പ്രോബ്ലം ഉണ്ട്. ഗാന്ധി അഹിംസ ഉപയോഗിച്ചത് ഒരു തരത്തിലുള്ള കമ്പാഷനേറ്റ് റെസിസ്റ്റൻസ് ആണ്. ഇപ്പോഴത്തെ റെസിസ്റ്റൻസിലെ കമ്പാഷൻ ഇല്ലായ്മയെ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തമാക്കാൻ പറ്റും. അല്ലെങ്കിൽ കമ്പാഷനേറ്റ് റെസിസ്റ്റൻസ് എന്തൊക്കെയാണ് അഡീഷണൽ ഘടകം, അല്ലെങ്കിൽ എങ്ങനെയാണ് മാറി തീരാന്നുള്ളതിനെ പറ്റിയുള്ള സങ്കല്പം പറഞ്ഞാൽ കറക്റ്റാണ്. അല്ല ചോദ്യം പ്രോത്സാഹനം വേണ്ടിയായിരിക്കും, വേറെ ദിവസം വേണ്ടിയായിരിക്കും. പക്ഷെ എന്നാലും പ്രസക്തമായിട്ട് വിചാരിക്കുന്നു. നമ്മുടെ ഇപ്പൊ നേരത്തെ സാമൂഹ്യാരോഗ്യത്തെ പറ്റി പറഞ്ഞപ്പോഴേ സമയമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയത്തൊക്കെ വേറെ ഒരു സാധനം വയ്ക്കുന്നത് ഒരു സമരം എപ്പോഴാണ് വിജയിച്ചിരിക്കാൻ കഴിയുക എന്നുള്ളതിനെ പറ്റി സാറ് പറഞ്ഞതും 3 പേജില് നഷ്ടപരിഹാര ചിന്തകൾ സംബന്ധിച്ച് എഴുതുന്നുള്ള പ്രസക്തിയായ സാധനം ഇത് സമയത്ത് സാമൂഹ്യ പ്രവർത്തനത്തിനുണ്ട്. നമ്മള് സോഷ്യൽ കണക്റ്റഡ്നെസ് പറയുമ്പോൾ ഇത് മറ്റേ 3 പദ്ധതിക്ക് മുഴുവൻ മനസ്സിലായെങ്കിലും ഇത് വീണ്ടും വീണ്ടും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. ഗ്രാസ്റൂട്ട് ലെവലിൽ നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാവാൻ ആഗ്രഹിക്കാൻ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു കരുതുകയോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമായിരുന്നാലും തന്നെ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. അദ്ദേഹത്തിന്
അപ്പോ ഞാൻ ഈ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് കുറെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സ്ഥിതികളൊക്കെ മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല മതിയാവില്ല, പുതിയ ചാനൽ നേരിടുന്നത് മതിയാവണമെന്നില്ല. സൂക്ഷ്മാംശങ്ങളിൽ കുറെ മാറ്റങ്ങളുണ്ടായിരിക്കും. അത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മീഷൻ റെസിസ്റ്റൻസ് അത് എവിടെ ഇരുന്നാലും സോഷ്യൽ വർക്കായിട്ട് വരുന്നുണ്ടല്ലോ. ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നത്. റെസിസ്റ്റൻസ് ഈ ഇപ്പോഴുള്ള ഇപ്പോഴും ചില നടന്നുകൊണ്ടിരിക്കും ലോകത്ത് വർത്തമാനകാലത്ത് ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസിന്റെ ഒരു മോട്ടീവ് സെന്റിമെന്റ് അമർഷം, ഈ ദേഷ്യം, മറ്റേ അങ്ങനെയുള്ള ഇമോഷണൽ ആയിട്ടുള്ളത്. അതിന് സെന്റിമെന്റിന് ഫ്രണ്ട്ലിനെസ് കൊണ്ട് മറികടക്കും. പറഞ്ഞത് അതാണ് കമ്പാഷണേറ്റ് നിയമം. ഒരു പ്രയാസമാണത്. മാത്രമല്ല അത് വിജയിക്കുമെന്ന് അറിയില്ല. അല്ല, അത് പക്ഷെ മറ്റൊരു പ്രശ്നമായിരിക്കും. പക്ഷെ ഘടകങ്ങളും അംശങ്ങളും സാധ്യതകളും പറ്റും വരെയായിരിക്കുമെങ്കിലും അത് മനസ്സിലാക്കാന്നുള്ളത് അന്വേഷിക്കാന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അത് ഇങ്ങനെ കൂട്ടി നിശ്ചയിക്കാനൊന്നും പറ്റില്ലായിരിക്കും. ഡൂസ് ആൻഡ് ഡോൺസ് ഒന്നും നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എന്തല്ല എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ചുകൂടി സഹായിക്കുന്ന പൊതുവായിട്ടുള്ള ഇതുണ്ടല്ലോ. അപ്പോ അത് പക്ഷെ ഇപ്പൊ എല്ലായിടത്തും യുദ്ധത്തിന്റെ പറയുമ്പോഴേ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോ അതിന്റെ വയലൻസ് ഉണ്ടെന്ന് കരുതുന്നവരല്ല. അതിന് പലതുണ്ടായിരിക്കും. ദോഷം ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കുമല്ലോ, ഫ്രണ്ട്ലിനെസ് ആയിട്ട് അല്ലെ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടൊക്കെ. അപ്പോ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സസ്റ്റൈനബിൾ കൂടുതൽ പറയും. പക്ഷെ അതെങ്ങനെയാണെന്നുള്ള അറിയില്ല. ഓരോ സന്ദർഭത്തിനും സാഹചര്യത്തിനും കുറച്ചുകൂടി ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിയിട്ട് പറയാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമായിരിക്കും. യുദ്ധത്തിന്റെ വെച്ചാൽ ക്ലിനിക്കലാണ് അവർ. അത് നിങ്ങളോട് പിന്നെ വിദ്വേഷമൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങളെ ഇലിമിനേറ്റ് ചെയ്യണം. യുദ്ധങ്ങൾ നടക്കുന്നതാണല്ലോ. യുദ്ധങ്ങൾ വെച്ചാൽ നടത്തുന്നത് പിന്നെ വെപ്പൺസ് ആണ്. അവരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് യുദ്ധം എങ്ങനെ വേണമെന്ന് വെച്ചാൽ ആയുധങ്ങളാണ്. ആയുധങ്ങളുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അനുസരിച്ച് യുദ്ധത്തിന്റെ സ്വഭാവം മാറും. ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന ആളുകൾ അതിന്റെ ഒരു ഓപ്പറേറ്റേഴ്സ് മാത്രമേ. അവർക്ക് മറ്റവരോട് ദേഷ്യമൊന്നുമില്ല. അപ്പം ഗാസയിലെ പിന്നെ കൊല്ലപ്പെടുന്ന കുട്ടികളോടൊന്നും അവർക്കൊരു ദേഷ്യമില്ല. എലിമിനേറ്റ് ചെയ്യാന്ന് അത് വേറൊരു ഇതില്ല. അത് നമ്മൾ റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ടില്ല ഞാൻ പറഞ്ഞു. അത് റെസിസ്റ്റൻസ് അല്ല, ശരിക്കും ഒഫെൻസീവായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നത്. മറ്റേത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമുക്ക് ജീവിക്കുന്ന ഒരു കാലത്തിൽ ഒരുമിച്ച് ജീവിക്കുകയാണല്ലോ, പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ചില ഫോംസ് ഓഫ് ഓപ്പറേഷനോട്, ഇൻജസ്റ്റിസിനോട് സമരം ചെയ്യുന്ന സമയത്ത്, പ്രതിരോധിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഏജന്റുമാരോട്, ഈ ഓപ്പറേഷന്റെ അല്ലെങ്കിൽ ഈ ഏജന്റുമാരോട് അല്ലെ ആക്ടേഴ്സിനോട് അമർഷം തോന്നിയിട്ട് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കമ്പാഷന്റെ ഒരു കണ്ടീഷനായിട്ട് ഞാൻ അത് വേറെ ഒരുപാട് ആലോചിക്കുന്നത്. പിന്നെ മറ്റൊന്ന് ഞാൻ ഇതായിട്ട് ബന്ധപ്പെട്ട് നോക്കി ചിന്തിച്ചതെന്ന് വെച്ചാൽ ഈ റെസിസ്റ്റൻസ് വരുന്ന ഇവിടെ ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ ബേസിലാണ്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ അവിടെ
ആക്ടേഴ്സിനെ നിങ്ങൾ കാണില്ല ചെയ്യുക. നിങ്ങൾ ആ സിസ്റ്റത്തിനെ പിന്നെ സസ്റ്റെയിൻ ചെയ്യുന്ന, സിസ്റ്റത്തിനെ നിലനിർത്തുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏജന്റുമാരെ കാണും. ദേ മേ ബി ആക്ച്വലി അഫക്റ്റഡ് ബൈ ദി സിസ്റ്റം, ഓപ്പറേഴ്സേഴ്സ് ആയിരിക്കും അവർ. അപ്പൊ അവരെ റിലീവ് ചെയ്യുക, അവരെ ലെറ്റ് ദം ലിബറേറ്റ് ഫ്രം ദാറ്റ്, ലെറ്റ് ദം ബി ലിബറേറ്റഡ് ഫ്രം ദിസ് ഓപ്പറേഷൻ, പെർസീവ് ആയിട്ടുള്ള സ്ട്രക്ചർ. അപ്പൊ അതൊരു കളക്റ്റീവ് ആയിട്ടുള്ള പൈസ. യു ഹാവ് ടു മേക്ക് ദം നിങ്ങളെ അവരെ നിങ്ങളുടെ പാർട്ടിയാക്കി മാറ്റാൻ വേണ്ടി. അത് നടക്കൂല, കാരണം അത് ഇമാജിനേഷൻ ആണ് കൂടുതൽ. ക്യാപിറ്റൽ ട്രംപിനോട് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ വാങ്ങും പറയാൻ പറ്റില്ല. ട്രംപിനോട് പറ്റി പിണറായിയോടും വലിയ മോഡിയോടും പറ്റില്ല. അല്ല, നോർമൽ അസിസ്റ്റന്റിനോടൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെയാണ് എന്റെ പ്രശ്നം. അല്ല, പക്ഷെ ശ്രമം വേണ്ടിയൊന്നൊക്കെയായിരിക്കും ഈ ഇതായിട്ട് എന്തെങ്കിലും മറ്റേ നടക്കുന്ന സമരം ഉണ്ടല്ലോ, ഈ തിരുവനന്തപുരത്ത് ആശോർമ സമരത്തിലെ മറ്റേ അസംഘടിത മേഖലയിലുള്ള കുറെ തൊഴിലുകൾ ആൾക്കാർ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ മാത്രമല്ല മറ്റേ കടുത്ത മനുഷ്യാവകാശ നേരിടുന്ന ആൾക്കാരുണ്ട്. അതായത് സമരത്തിലല്ല, കുറെ ആൾക്ക് തിരിച്ചറിയുന്നവരുണ്ട്, അംഗീകരിച്ചു പോകുന്നവരുണ്ട്. അപ്പൊ അത്തരം സംവിധാനങ്ങളെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് കേരളത്തിൽ സമൂഹം ഉണ്ട്. അപ്പോ പ്രതിയോഗികളായി കാണാതെ സാമ്പത്തിക നീതിക്ക് വേണ്ടിയിട്ടാണെങ്കിലും കമ്പാഷനായിട്ട് ഇങ്ങനെ സമരം ചെയ്യുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഗതിയാണ്. എപ്പോഴും വലിയ വെല്ലുവിളി ഉയർത്തുന്ന സംഗതിയാണ്. അങ്ങനെ മുന്നോട്ട് പോകായിരിക്കും, ലോങ് ടൈമിൽ അങ്ങനെ മുന്നോട്ട് പോകായിരിക്കും. ആദിവാസികൾക്ക് ഭൂമി ഇല്ലാതിരിക്കുന്ന അറിയുന്നത് മുത്തങ്ങയിലെ ഒരു വേറെ രക്തദൂഷിതായിട്ടുള്ള ഒരു സമരത്തിന്റെ തുടർന്നായിരിക്കും. ഇനി വേറെ അതിന് കുറച്ചുകൂടി മുന്നേറണമെങ്കിൽ വാർഷികത്തിനോ അല്ലെങ്കിൽ സിനിമ വന്നിട്ടോ അതിനെ തുടർന്നുള്ള ചില ചർച്ചകളായിരിക്കും, സോഷ്യൽ എഡ്യൂക്കേഷൻ സംഗതിയിലായിരിക്കും. അപ്പോ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ അതേ വിഷയങ്ങളോ സാമൂഹിക വേണ്ടി തുടർച്ചയായിട്ട് പലതരത്തില് സംഗീത മേഖലയിൽ നിന്ന് സമരം ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് വികസിപ്പിക്കാന്നുള്ളതായിരിക്കും സാധ്യതയെങ്കിലും അതിന് തീരെ മുന്നേറിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരം സംഗതിയിലേക്ക് ഉയർന്നിട്ടില്ല. അതിന് വളരെ അടിയന്തരമായിട്ടുള്ള ദൈനംദിനാവശ്യങ്ങളിൽ വന്ന് മുട്ടി നിൽക്കുന്നുണ്ടായിരിക്കുമല്ലോ. ധൈര്യമാണ്, ഭയങ്കര പദ്ധതിയായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ അത്തരം ആ സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ആ കുറെ കൂടി എല്ലാം പിരിച്ച് വേണ്ടത് കൂട്ടിച്ചേർത്ത് നമുക്ക് അന്വേഷിക്കാൻ പറ്റണമെങ്കിൽ വലിയ സഹായമായിരിക്കും. മാത്രം അപ്പൊ ഞാൻ പിരിയണ്ടേ?